ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ബെൽ ബട്ടണുള്ള ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ ആരും മറക്കല്ലേ. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ വന്നത് എക്സാം ഹാളിൽ നമ്മളുടെ എല്ലാം 5 മാർക്കോളം കുറയ്ക്കാൻ കഴിവുള്ള നമ്മളിൽ തന്നെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു വില്ലനെ പറ്റിയാണ്. വേറൊന്നുമല്ല, ടെൻഷൻ. ഇപ്പോൾ നന്നായി പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിക്കും റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് കാരണം അവർക്ക് സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ്. എനിക്കും ഈ പ്രോബ്ലം കൊണ്ട് എൻ്റെ ഒരുപാട് എക്സാമുകളിൽ എനിക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയിടം തൊട്ടാണ് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. നമ്മൾ എത്ര പഠിച്ചാലും നമ്മുടെ മൈൻഡ് പോസിറ്റീവായില്ലെങ്കിൽ, എക്സാം ഹാളിൽ നമ്മുടെ മൈൻഡ് പോസിറ്റീവായില്ലെങ്കിൽ നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അതിന് ശ്രദ്ധിക്കേണ്ടത്? ആദ്യം നമ്മളൊരു എക്സാമിന് പോകുന്നതിന് മുൻപ് ഇത് നമ്മുടെ ലാസ്റ്റ് എക്സാമാണ്, അല്ലെങ്കിൽ ഇത് തന്നെ നമുക്ക് കിട്ടണം എന്നൊരു വാശിയോടെ നമ്മളൊരു എക്സാമിനെ സമീപിക്കരുത്. നമ്മളുടെ അവസരങ്ങൾ ഒന്നായി മാത്രമേ നമ്മൾ ആ എക്സാമിനെ കാണാവുള്ളൂ. കാരണം നമ്മുടെ ലക്ഷ്യം ഗവൺമെൻറ് ജോബാണ്. അപ്പോൾ നമ്മൾ എത്ര ഒഴിവുള്ള ഒരു എക്സാം ആണെങ്കിലും ഇതാണ് നമ്മളുടെ ലാസ്റ്റ് ചാൻസ്, അല്ലെങ്കിൽ ഇത് തന്നെ കിട്ടിയേ തീരൂ എന്നൊരു വാശി പോയാൽ നമുക്ക് ടെൻഷൻ കൂടത്തേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ അവസരങ്ങൾ ഒന്നായി മാത്രം ഇത് നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റണം. നമ്മളുടെ കഴിവിൻ്റെ മാക്സിമം നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് കൊടുക്കാൻ പറ്റണം. ടെൻഷൻ ഫ്രീ ആയി നെഗറ്റീവ് ഒന്നും അടിക്കാതെ നമ്മൾക്ക് എഴുതാൻ പറ്റണം. ആ ഒരു ചിന്തയോടെ മാത്രമേ നമ്മൾ എക്സാം ഹാളിൽ പ്രവേശിക്കാവുള്ളൂ. പിന്നെ എക്സാമിന് തൊട്ട് മുമ്പ് ഒരു അരമണിക്കൂറൊക്കെ മുമ്പ് ഈ ചോക്ലേറ്റ് പോലുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ അവിടെ ചെന്നിരുന്ന് പഠിക്കരുത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനത് ഏതൊക്കെ എക്സാമിന് ചെയ്തിട്ടുണ്ടോ അതിനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല നന്നായി സ്കോർ ചെയ്യാൻ. കാരണം നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ പഠിക്കുക, ഒരു ദിവസം മുമ്പേ പഠിക്കുക, തലേന്ന് അങ്ങനെ ഒന്ന് നോക്കുക. അല്ലാതെ എക്സാമിന് ചെന്ന് കഴിഞ്ഞിട്ട് ആരും പഠിക്കരുത് എന്നുള്ളതാണ്. കാരണം എക്സാമിന് ചെന്ന് കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് കൂടുതൽ ടെൻഷൻ ആവാനേ ഉള്ളൂ സാധ്യത. അപ്പോൾ എക്സാമിന് ചെന്ന് കഴിഞ്ഞ് ആരും പഠിക്കരുത്. നമ്മൾ നേരത്തെ എല്ലാം പഠിച്ചെല്ലാം മൈൻഡൊക്കെ ഫ്രഷ് ആക്കി വെക്കുക. അവിടെ ചെന്നിരുന്ന് പഠിക്കരുത്. നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാക്കാത്തതേ ഉള്ളൂ. അതുകൊണ്ട് അത് ചെയ്യരുത്. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ടൊക്കെ നമ്മൾ വഴക്കോ പ്രശ്നങ്ങളോ ഒന്നും എക്സാമിൻ്റെ സമയത്ത് ഇടരുത്. അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്നിരിക്കുമ്പോൾ അത് തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ മൈൻഡ് എപ്പോഴും പോസിറ്റീവായിരിക്കുക. പിന്നെ നമ്മൾ പോകുന്ന സമയങ്ങളിൽ ബസ്സിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മൾ പോകുന്ന വഴിയിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടായാൽ നമ്മൾ അപ്പോൾ മൈൻഡിൽ ചിന്തിക്കരുത്, ഇന്നത്തെ എക്സാം പോയി, അങ്ങനെ ഒരു സമീപനത്തോടെ നമ്മൾ പോരുത്. നമ്മൾ ചിന്തിക്കുക, ഇന്ന് ഇത്രയും പ്രശ്നങ്ങളുണ്ടായല്ലോ, ഇത് നല്ല എക്സാം ആയിരിക്കും എന്നൊരു ചിന്തയോടെ നമ്മൾ പോകാവുള്ളൂ. ഇതിന് ഞാൻ LD എക്സാമിന് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഫോൺ എടുക്കാൻ മറന്നുപോയി. തിരിച്ച് വന്നപ്പോൾ എൻ്റെ മൈൻഡ് ഞാൻ ആദ്യം പണ്ട് ഉള്ള മാനസികാവസ്ഥയാണെങ്കിൽ ഞാൻ ചിന്തിച്ചതിനായിരുന്നു ഇന്നത്തെ എക്സാം പോയെന്നും. പക്ഷെ ഞാൻ അന്ന് ചിന്തിച്ചതെന്ന് പറഞ്ഞാൽ അതിനകത്തൊന്നും ഒരു കാര്യം, നമ്മൾ പഠിക്കുന്നതിനകത്താണ് കാര്യം. അതൊക്കെ വെറും അന്ധവിശ്വാസമാണ് എന്നുള്ളതാണ്. സത്യമായിരുന്നു, എൻ്റെ എക്സാം എനിക്ക് നല്ലതായിരുന്നു എന്ന്. ഞാൻ ഒരു എക്സാമിന് ആദ്യമായിട്ടാണ് ഇങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് കയറുന്നത്. അതൊക്കെ ഒരു അന്ധവിശ്വാസങ്ങൾ മാത്രമാണ്. അങ്ങനെ അപ്പോൾ എപ്പോഴും നമ്മുടെ മൈൻഡിനെ എന്ത് ചെയ്യുക, പോസിറ്റീവാക്കി നിർത്തുക. കാരണം നമ്മളൊരു 5 മാർക്ക്, നമ്മൾ എത്ര പഠിച്ചാലും നമ്മളുടെ മാർക്ക് കുറയ്ക്കാൻ കഴിവുള്ള ഒരു വില്ലൻ തന്നെയാണ് ഈ ടെൻഷൻ എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അടുത്തിരിക്കുന്ന ഒരാളുടെ OMR നോക്കാതിരിക്കുക എന്നുള്ളതാണ്. അവർ ചിലപ്പോൾ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ വന്ന് എഴുതുന്നവരായിരിക്കും. അവർ 100 കറുപ്പിച്ചെന്നിരിക്കും. അപ്പം നിങ്ങളത് നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ലല്ലോ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ പ്രസ്താവന ചോദ്യങ്ങൾ കാണുമ്പോൾ അതിനെ ഭയക്കേണ്ട കാര്യമില്ല. പ്രസ്താവന ചോദ്യങ്ങൾ ചിലപ്പോഴൊക്കെ നമ്മളെ സഹായിക്കാറുണ്ട്. പ്രസ്താവന ചോദ്യങ്ങളിൽ ചിലപ്പോൾ ഒരു ഓപ്ഷനൊക്കെ, ഒരു പ്രസ്താവന നമുക്ക് അറിയാവുന്നെങ്കിൽ മാത്രം നമുക്ക് അതിനകത്തുനിന്ന് ഡിലീറ്റ് ചെയ്ത്, എന്ന് വെച്ചാൽ നമുക്ക് ഒരു ട്രിക്കുണ്ട്, അതിനും ഡിലീറ്റ് ചെയ്ത് നമുക്ക് തന്നെ ക്വസ്റ്റ്യൻ എഴുതാവുന്നതാണ്. പക്ഷേ അല്ലാതുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് ഫുൾ അറിഞ്ഞിട്ടേ പറ്റത്തുള്ളൂ. ഈ പ്രസ്താവനയ്ക്കകത്താണെങ്കിൽ അങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്മളെ സഹായിച്ചെന്നിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എക്സാമിന് ചിലപ്പോൾ ഒരു എക്സാം ഒരു 5 മിനിറ്റ്, ഇപ്പോൾ നമ്മൾ എക്സാം എഴുതി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ എക്സാമിൻ്റെ ഒരു ഇത് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ള കാര്യം. എന്ന് വെച്ചാൽ ടഫാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഒരുവിധം പഠിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ടഫാണെങ്കിൽ എല്ലാവർക്കും അതുപോലെ തന്നെ എന്താണ് ടഫാണെന്ന് ചിന്തിക്കുക. അല്ലാതെ എനിക്ക് മാത്രം ഞാൻ പഠിച്ചത് ഒന്നും വരുന്നില്ല ആ ഒരു ചിന്തയോടെ ഇരിക്കരുത്. എല്ലാവർക്കും ടഫാണെന്ന് ആലോചിക്കുക, നന്നായി എഴുതുക. ഒരു അധികം അങ്ങ് ടഫാണെങ്കിൽ എഴുതാതിരിക്കുക, കട്ട് ഓഫ് അപ്പോൾ കുറയും. നമുക്കറിയാവുന്ന മാത്രം എഴുതുക എന്നുള്ളതാണ് ഏറ്റവും കാര്യം. പിന്നെ അതുപോലെ തന്നെ എളുപ്പമാണെങ്കിൽ നമ്മൾ ചിന്തിക്കുക എല്ലാവർക്കും എളുപ്പമാണ്. അപ്പോൾ ആ പരീക്ഷയിൽ എങ്ങനെയാണ് എല്ലാവർക്കും എല്ലാം അറിയാമെങ്കിൽ പിന്നെ എങ്ങനെയായിരിക്കും നെഗറ്റീവ് കാരണമായിരിക്കും ആ എക്സാമിന് മാർക്ക് കുറയുന്നത്. അപ്പം നെഗറ്റീവ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു എക്സാമിന് നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് ഈ ടെൻഷൻ എന്ന് പറയുന്നത്.
അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ എപ്പോഴാണോ അത് കുറച്ചിട്ട് മൈൻഡ് പോസിറ്റീവാക്കി നിർത്തിയിട്ട് എക്സാം എഴുതിയിട്ട് അന്ന് തൊട്ടാണ് എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വരുന്നത്. നമ്മൾ എത്രമാത്രം പഠിച്ചു എന്നുള്ളതല്ല കാര്യം, നമ്മുടെ മൈൻഡ് നമ്മൾ കൺട്രോൾ ചെയ്യണം. ഈ പ്രസ്താവന ചോദ്യങ്ങൾ നമ്മൾ അതിനൊരു എളുപ്പ വഴിയെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ടെൻഷൻ കുറയ്ക്കാൻ വേറൊരു എളുപ്പ വഴിയാണ് നമ്മൾ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യുക എന്നുള്ളത്. ഇപ്പം മലയാളം, അതുപോലെയൊക്കെ നിങ്ങൾക്ക് മലയാളമാണോ അറിയാവുന്നത്, കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നവർക്ക് കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ, എക്കണോമിക്സ് ആണെങ്കിൽ അങ്ങനെ ആദ്യം എഴുതുക എന്നുള്ളതാണ്. കുറച്ച് അങ്ങനെ അറിയാവുന്ന ക്വസ്റ്റ്യൻ എഴുതി കഴിയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആവും. അപ്പോൾ നിങ്ങളെല്ലാം ഇതൊക്കെ ശ്രദ്ധിക്കുക. ചുമ്മാതെ ടെൻഷൻ അടിച്ച് നമ്മുടെ ഉള്ള മാർക്ക് കൂടെ കളയരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഓൾ.